മോഹൻ വർഗീസ് തുടരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, പാകിസ്ഥാന് ബുദ്ധി ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇതുകൊണ്ട് മിണ്ടാതിരിക്കലാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ പാകിസ്ഥാൻ അതില്ലല്ലോ ഡോക്ടർ മോഹൻ വർഗീസ്. അങ്ങനെ ബുദ്ധി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ കയറി അങ്ങേയറ്റത്തെ അതിക്രിയകൾ അവർ കാണിക്കില്ലോ. അതിപ്പോൾ മാത്രമല്ല, കാലാകാലങ്ങൾ ഉറിയിൽ, പത്താൻകോട്ട്, പുൽവാമയിലൊന്നും ഈ പറയുന്ന അതിക്രിയകൾ കാണിച്ച് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന പരിപാടി ബുദ്ധി ഉണ്ടെങ്കിൽ അവർ കാണിക്കില്ല. ബുദ്ധിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സജ്ജരാണ്. ഈ പറയുന്ന രീതിയിൽ നമ്മുടെ എല്ലാ പോർമുഖങ്ങളും സജ്ജമാണ്, നമ്മുടെ സേനകൾ സജ്ജമാണ്, നമ്മുടെ ആൾക്കാരെ സജ്ജമാക്കാൻ മോക്ഡ്രില്ലടക്കം നടക്കുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഇനി ഒരു 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 മിസ് അഡ്വഞ്ചറിന് തയ്യാറെടുക്കില്ല എന്ന് പ്രതീക്ഷിക്കാമോ ഡോക്ടർ മോഹൻ വർഗീസ്? പാകിസ്ഥാന് ബുദ്ധി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ബുദ്ധിയുണ്ട്, അത് അതിബുദ്ധിയാണ്. പക്ഷേ വിവേകം ലേശം പോലുമില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ വിവേകപൂർവ്വം പ്രവർത്തിക്കുകയാണെങ്കിൽ അടിക്ക് തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് ബാലാക്കോട്ട് നടന്നതിന് ശേഷം കാര്യമായ പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഈ ആക്രമണം ഒരു ഫസ്റ്റ് വേവ് ഓഫ് അറ്റാക്ക് എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് വൺസ് ആൻഡ് ഫോർ ഓൾ ഇതാണ്. 9 കേന്ദ്രങ്ങൾ തകർന്നു കഴിഞ്ഞു. അത് കിട്ടി. ഇനി തൂത്തോണ്ട് വീട്ടിൽ പോകാം എന്ന രീതിയാണ് ബുദ്ധിപരമായ സമീപനം. അതാണ് വിവേകപരമായ സമീപനം. അല്ലാതെ ഇന്ത്യയോട് മുട്ടാൻ നിന്ന് കഴിഞ്ഞാൽ, ഒരു ഓൾ ഔട്ട് യുദ്ധത്തിലേക്ക്, കൺവെൻഷണൽ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാവില്ല. ആണവ യുദ്ധം ചെയ്യാവുന്ന ഒരു നിലയിലല്ല ലോകമെന്ന്. കാരണം പാകിസ്ഥാൻ എന്നല്ല, ഇന്ത്യക്കെന്നല്ല, ഒരു രാജ്യത്തിനും ആണവമായി പ്രതികരിക്കാനാവില്ല. ആണവായുധങ്ങൾ ആക്രമിക്കാൻ വേണ്ടി അല്ല ഹാഷ്മി ഉപയോഗിക്കുന്നത് എന്നതാണ് ആണവ പ്രിൻസിപ്പിൾ. ആണവ തത്വം എന്താണ്? ഇന്ത്യയുടെ ഒരു ആണവ പ്രിൻസിപ്പിൾ ഉണ്ട്. നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ ഡിറ്ററൻസിന് വേണ്ടിയാണ്, പ്രതിരോധത്തിന് വേണ്ടിയാണ്, ഏതെങ്കിലും രാജ്യം ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആണവ ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത്. ഒരിക്കലും ആക്രമിക്കാൻ വേണ്ടിയല്ല. പക്ഷേ ആണവമായി ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. അതിനുവേണ്ടി ക്രെഡിബിൾ എണ്ണം, ഓരോ രാജ്യത്തിനെതിരെ എത്ര ആയുധങ്ങളാണോ ആവശ്യം അത്രയും ആയുധങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. ഇതാണ് മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. പക്ഷേ ഏകപക്ഷീയമായി ആദ്യം നമ്മൾ ഉപയോഗിക്കില്ല. അതുകൊണ്ട് ആണവ യുദ്ധത്തിന് സാധ്യത മാറ്റി നിർത്തുന്നു. എന്നാൽ കൺവെൻഷണൽ കാര്യത്തിലേക്ക് വന്നാൽ പാകിസ്ഥാൻ ഇക്കണോമിക് സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഇക്കണോമിക് മെൽറ്റ് ഡൗൺ, അതിനാൽ നട്ടം തിരികെയാണ്. IMFന്റെ ബെയിൽ ഔട്ട് പാക്കേജ് 24ാമത്തെ പ്രാവശ്യമാണ് സ്വാതന്ത്ര്യാനന്തര പാകിസ്ഥാൻ IMFന്റെ മുന്നിൽ യാചിച്ചു നിന്ന്, കൈനീട്ടി നിന്ന് ബെയിൽ ഔട്ട് പാക്കേജ് അവൈൽ ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ 2ാം വർഷത്തിലൂടെ പോയി 2024 കിട്ടിയ ആ ഒരു പാക്കേജ്, $7 ബില്യൺ പാക്കേജ് ഇപ്പൊ 3 വർഷത്തേക്കുള്ള പാക്കേജാണ്. അത് നിർത്തണം എന്നാണ് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ടെറർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായി പണം ഉപയോഗിക്കുന്നു എന്ന് ഇന്ത്യ വളരെ വിജയകരമായി ലോകരാജ്യങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. ഇന്ന് ആക്രമണം നടന്നു കഴിഞ്ഞപ്പോഴും പറയുന്ന കാര്യം ഇതാണ്. ആ ഒരു റെട്രിക്കാണ് ഇന്ത്യയുടെ. അതിന് there are takers. It's not surprising. It is very, very understandable that there are takers for India's argument. ഇത് തീർച്ചയായിട്ടും the nexus between പാക് ആർമി, പാക് മിലിറ്റൻസ് ആൻഡ് ദി ISI, അവിടെ രാഷ്ട്രീയ നേതൃത്വം ബലഹീനരാണ്, ദുർബലരാണ്, നിഷ്പ്രഭരാണ്, അവർക്കൊന്നും തന്നെ ചെയ്യാനില്ല. അപ്പൊ പകച്ചു നിൽക്കുന്ന ഷഹബാസ് ഷെറീഫ്, രാഷ്ട്രീയ നേതൃത്വം, പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വാക്കാൽ പറയുന്നതല്ലാതെ അതിനുള്ള, ഹാഷ്മി ചോദിച്ച ഉത്തരത്തിലേക്കാണ് വരുന്നത്, അതിനുള്ള ഒരു സൈനികമോ അല്ലാതെ ധാർമ്മികമോ അല്ലാതെയോ ഉള്ള കരുത്ത് പാകിസ്ഥാനില്ല. ദീർഘകാലമായി ഒരു യുദ്ധം തുടർന്നു കൊണ്ടുപോകാവുന്ന ഒരു അവസ്ഥയിലല്ല. അവർക്കെന്തെങ്കിലും ഒരു പ്രത്യാക്രമണം നടത്തണമെന്ന് തോന്നിയാൽ പോലും ആഗോള സമ്മർദ്ദം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമല്ലോ. കാരണം ഇപ്പോൾ ഒരു യുദ്ധം എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല, ആ കക്ഷികൾക്ക് പോലും അറിയില്ല. അങ്ങനെ യുദ്ധം തുടങ്ങിയാൽ തീർക്കാൻ പറ്റാത്ത തരത്തിൽ ലോകത്ത് പ്രതിസന്ധി ഉണ്ടെന്നുള്ള നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആരും. ഇനിയിപ്പോൾ പാകിസ്ഥാന് ഒരു അതിസാഹസികത കാണിക്കണമെന്ന് തോന്നിയാലും ആഗോള സമ്മർദ്ദം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമല്ലോ. അങ്ങനെയല്ലേ അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുള്ളത്? ഇല്ല, അങ്ങനെയല്ല. ഞാൻ കരുതുന്നത് അങ്ങനെയല്ല. എത്ര ആഗോള സമ്മർദ്ദമുണ്ട് എങ്കിൽ പോലും പാകിസ്ഥാൻ സൈന്യത്തിന് പാകിസ്ഥാൻ ജനതയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിലും മുഖം രക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകണം. അത് ചിലപ്പോൾ വളരെ പരിമിതമായ തോതിലുള്ളതായിരിക്കണം. ചെറിയ മുട്ടയിട്ടിട്ട് വലുതായിട്ട് കൊക്കുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. വ്യാപകമായ ആക്രമണത്തിലേക്ക് നീങ്ങിയാൽ
ഇന്ത്യയുടെ തിരിച്ചടി ഭീകരമായിരിക്കും. കാരണം ഇപ്പോൾ ഒന്നാം വേവാണ്, നമുക്ക് അങ്ങനെ കരുതാനാവൂ. ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒന്നാമത്തെ തലം മാത്രമാണ് പാകിസ്ഥാൻ കണ്ടിരിക്കുന്നത്. 9 ടെറർ ടാർഗറ്റ്സ് പാകിസ്ഥാന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ, പാലങ്ങൾ